കാലം 74 വയസ്സിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനം. ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ യുവത്വവും ഊർജ്ജസ്വലതയും നേടുന്ന ഈ കലാകാരൻ്റെ ജീവിതം ഒരു മഹാസാഗരം പോലെയാണ്. ആഴത്തിൽ അളക്കാനാവാത്തത്ര പ്രതിഭയും ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളും അലയടിച്ചെത്തുന്ന അനേകം കഥാപാത്രങ്ങളുമായി അത് വിശാലമായി പടർന്നു കിടക്കുന്നു. PI മുഹമ്മദ് കുട്ടി എന്ന സാധാരണക്കാരനിൽ നിന്ന് മമ്മൂട്ടി എന്ന വിസ്മയമായി മാറിയ ഈ യാത്ര ഏതൊരു കലാകാരനും സ്വപ്നം കാണുന്നതിനും അപ്പുറമാണ്. ഓരോ ജന്മദിനവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമാണ്. പുതുമയുള്ള കഥാപാത്രങ്ങളെ തേടിയുള്ള യാത്ര. സിനിമാ ലോകത്ത് 50 വർഷത്തിൽ ഏറെ നീണ്ട തൻ്റെ അഭിനയ ജീവിതം കൊണ്ട് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് ഒട്ടനവധി അനശ്വര കഥാപാത്രങ്ങളെയാണ്. മലയാളികളുടെ ഓർമ്മകളിൽ, ജീവിതാനുഭവങ്ങളിൽ, സംഭാഷണങ്ങളിൽ, ചിരിയിൽ, കണ്ണീരിൽ എങ്ങനെ എവിടെ മമ്മൂട്ടി എന്ന നടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നു. ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സിനിമകളിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതിയ ഈ പ്രതിഭ ഇന്നും ഒരു അത്ഭുതമായി തുടരുന്നു. 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന ഗ്രാമത്തിലാണ് മുഹമ്മദ് കുട്ടി ജനിച്ചത്. സാധാരണക്കാരനായ ഒരു കർഷക കുടുംബത്തിലെ മൂത്ത മകൻ. ചെറുപ്പത്തിൽ തന്നെ സിനിമയോടുള്ള ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ആഗ്രഹം ഒരു സ്വപ്നം മാത്രമായിരുന്നു. പഠനത്തിൽ സമർത്ഥനായിരുന്ന അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തുടർന്ന് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി. മഞ്ചേരിയിൽ അഭിഭാഷകനായി ജോലി നോക്കുന്ന കാലത്തും സിനിമ എന്ന സ്വപ്നം അദ്ദേഹത്തെ പിന്തുടർന്നു. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ സിനിമയുടെ ലോകത്തേക്ക് എത്തിച്ചു. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകി. പിന്നീട് KG ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രത്തിലെ വിജയകരമായ പ്രകടനം അദ്ദേഹത്തിന് ഒരു നടനെന്ന നിലയിൽ അംഗീകാരം നേടിക്കൊടുത്തു. ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതിന് ശേഷം KG ജോർജ് തന്നെ സംവിധാനം ചെയ്ത യവനിക എന്ന ചിത്രത്തിലെ ജേക്കബ് ഈരാളി എന്ന കഥാപാത്രം അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരു ഉറച്ച സ്ഥാനം നേടിക്കൊടുത്തു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം പരിശോധിച്ചാൽ വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു തരം കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും വ്യത്യസ്തമായിരുന്നു. ചരിത്രപരമായ കഥാപാത്രങ്ങളായ പഴശ്ശിരാജ, അംബേദ്കർ, CBI ഡയറക്കുറിപ്പിലെ സേതുരാമയ്യർ, വിധേയനിലെ ഭാസ്കര പട്ടേലർ, പൊന്തന്മാടയിലെ മാട തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങൾ. മമ്മൂട്ടി എന്ന നടനെ തേടി അനേകം പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. അവയെല്ലാം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും പ്രതിഭയ്ക്കും ലഭിച്ച അംഗീകാരങ്ങളായി. 3 തവണ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ഈ കലാകാരൻ 6 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. 1998 ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. 74 വയസ്സ് പിന്നിടുമ്പോഴും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് ഇന്നും സാധിക്കുന്നു. യുവ സംവിധായകരുടെ പ്രൊജക്റ്റുകളിൽ ഭാഗമാവാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അദ്ദേഹം മടി കാണിക്കാറില്ല. ഭ്രമയുഗം പോലുള്ള ഒരു ചിത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിക്കാൻ കാണിച്ച ധൈര്യം അതിന് ഉദാഹരണമാണ്. ഓരോ സിനിമയിലും അദ്ദേഹം പുതുമയുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള സൂക്ഷ്മതയും കഥാപാത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനുള്ള താല്പര്യവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ എത്തിച്ചതിൽ മമ്മൂട്ടിയുടെ പങ്ക് വളരെ വലുതാണ്. ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയുടെ ഭാഗമായി തുടരുമെന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ സൂചന നൽകുന്നു. കാലം ഒരു നദി പോലെ ഒഴുകി മുന്നോട്ട് പോകുമ്പോൾ മമ്മൂട്ടി എന്ന പ്രതിഭാസം ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനവും മലയാള സിനിമയുടെ ആഘോഷമാണ്. ഈ അതുല്യ കലാകാരന് 1000 ജന്മദിനാശംസകൾ.